വിദ്യാരംഭവും എഴുത്തിനിരുത്തേണ്ട പ്രാധാന്യം നമ്മുടെ ഒരു പൂജവെപ്പിലേക്കെല്ലാം കടക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ പൂജവെപ്പിന് ഈ ആചാരങ്ങൾക്കെല്ലാം ചില ലക്ഷ്യമുണ്ട്. അതിൻ്റെ പിന്നിലൊരു ഒബ്ജക്റ്റീവ്. അത് സാധാരണ ജനങ്ങളെ ബോധവാന്മാരാക്കാനുള്ളതാണ്. ഈ പൂജവെടുപ്പ് എന്നുള്ളതിനെല്ലാം വലിയ പ്രാധാന്യമുണ്ട്. അത് പ്രത്യേകിച്ച് കേരളത്തിൽ ജനങ്ങളെ ശരിയായ വഴി എന്ന് പറഞ്ഞാൽ വിദ്യ നേടേണ്ട ആവശ്യകതയിലേക്ക്, അതിൻ്റെ പ്രാധാന്യത്തിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ലക്ഷ്യം. വിദ്യയുടെ മഹത്വം പറഞ്ഞു കൊടുക്കുക, തൊഴിലിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കുക. അപ്പോഴാണ് എല്ലാവരും കുട്ടികളെ എന്തായാലും വയസ്സ് നോക്കിയിട്ട് ആ സമയത്തുമ്പോൾ ഓടിപ്പിടിച്ചിട്ട് എഴുത്തിനിരുത്തും. പിന്നെ എഴുത്തിനിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു താല്പര്യം വരും അവനെ പഠിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ കേരളത്തിലെ ആൾക്കാരെല്ലാം ചിന്തിക്കുന്നത് കൊണ്ടാണ് കേരളം ഇങ്ങനെ വിദ്യാഭ്യാസപരമായി നല്ല നിലയിലേക്ക് ഉയർന്നതും വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നുള്ള അതെല്ലാം വന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് എല്ലാ ഫീൽഡും ഉയർന്നിട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും മലയാളികളുണ്ട്. എത്ര വലിയ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളായാലും അവിടെയെല്ലാം മലയാളികൾ എത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ നാട്ടിലുള്ളവർക്ക് നമ്മളെ ആശ്രയിക്കേണ്ടി വരുന്നത്? ഇവിടെ ആ പഠിപ്പിൻ്റെ ഒരു പ്രാധാന്യം, വിദ്യയുടെ പ്രാധാന്യം, അത് വയസ്സെത്തുമ്പോൾ നമ്മൾ വയസ്സ് തിരുത്തിയിട്ടും ഇത്ര മിനിമം വയസ്സ് വേണമല്ലോ എങ്കിലല്ലേ വിദ്യ. അപ്പം ചിലവരെന്ത് ചെയ്യും, കുറച്ച് മാസം തെറ്റിയോ എൻ്റെ ഒരു വർഷം പോയല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് തിരുത്തെല്ലാം വരുത്തിയിട്ടും ചേർക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. പണ്ട് അങ്ങനെയെല്ലാം തിരുത്തിയിട്ട് ചേർക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് രണ്ട് ജനനസമയമാണ്. ഒന്ന് ജനിച്ച യഥാർത്ഥ സമയം, രണ്ടാമത്തത് SLC ബുക്കിലുള്ള സമയം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് അധിക പേരുടെ SLC ബുക്കിലെ സമയം എന്ന് പറഞ്ഞാൽ എന്തല്ലോ ആണ്. യഥാർത്ഥ സമയമൊന്നും അല്ല. അപ്പം വിദ്യയുടെ മഹത്വം വലുത് തന്നെയാണ്. അതിൻ്റെ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനാണ് വിദ്യയുടെ മാത്രമല്ല തൊഴിലിൻ്റെ മഹത്വവും. തൊഴില്, ആയുധങ്ങൾ പൂജിക്കുക. നമ്മളെ രക്ഷിക്കുന്നത് നമ്മുടെ ആയുധമാണ്. വേറെ ആരും വന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. ആയുധങ്ങൾ. അതുകൊണ്ടാണ് ശിവൻ തന്നെ ഒരു കഥയിൽ ശത്രുക്കളെ ആ നാട്ടുകാർ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചിട്ട് ചോദിച്ചു ഏത് ദേവനെയാണ് പൂജിക്കേണ്ടത്. നമ്മൾ കല്ലല്ലേ നിങ്ങളെ രക്ഷിച്ചത്, കല്ലിനെ പൂജിച്ചു എന്ന്. കൃഷ്ണനും പറയുന്നുണ്ട് നിങ്ങൾ ആ മന്ദര പർവ്വതത്തെ പൂജിച്ചോ. കാരണം നിങ്ങളെ മഴ പെയ്യിക്കുന്നില്ല, പിന്നെ പുല്ല് തരുന്നത് ആ പർവ്വതമാണ്. ആ പർവ്വതത്തിന് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണോ ജീവിക്കുന്നത്, എന്തൊരു ആയുധം കൊണ്ടാണോ ജീവിക്കുന്നത്, ആ ആയുധങ്ങളെ പൂജിക്കണമെന്ന തത്വം അത് നമ്മളത്ര ശ്രദ്ധിച്ചിട്ടില്ല. ആയുധങ്ങൾ നമ്മളെ അതിനത്ര ഒരു പ്രാധാന്യം കൊടുത്തായിട്ട് തോന്നുന്നില്ല. ആയുധങ്ങളാണ് നമ്മളെ രക്ഷിക്കുന്നത്. നമ്മളെ ദേവൻ എന്ന് പറയുന്ന ആയുധങ്ങളാണ്. അല്ലാതെ വേറെ ആരും അത് ഒരു തരത്തിൽ ഒന്നും ചെയ്താലും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആയുധം ഉപയോഗിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അതെന്തായുധമായാലും അവനെ നയിക്കുന്നത് അവൻ്റെ ദേവൻ ആയുധം തന്നെയാണ്. ഇതാണ് ഇത് നൽകുന്ന സന്ദേശം. അതേപോലെ തന്നെ വിദ്യയുടെ മാഹാത്മ്യം അത് ജനങ്ങൾ അംഗീകരിച്ചത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയും കേരളക്കാർ പഠിക്കുന്ന ആ സമയത്തും ഓടിപ്പിടിച്ച് കുട്ടികളെ ചേർക്കുന്നത്.
അതുകൊണ്ട് നമ്മൾ നല്ല നിലയിലേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്നെല്ലാം പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ആ വിദ്യാരംഭം അതിന് അതിൻ്റേതായ ഒരു ലക്ഷ്യമുണ്ട്. പക്ഷേ ഈ ആയുധ പൂജയും അതിനെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടൊന്നല്ല ചെയ്യുന്നത്. വെറുതെ ആചാരം കൊണ്ടൊന്നും ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. പുസ്തകം കൈകൊണ്ട് തൊടാതെ ഒരുത്തനെ പൂജപ്പൊപ്പിൻ്റെ ഒന്നും അവൻ്റെ പുസ്തകം എടുത്തിട്ട് മറ്റേ ആകെ ദിവസത്തിൽ ചിലപ്പോൾ ഒരു വരിയെ വായിക്കൊണ്ടുമായിരിക്കും. അവനോട് പറയും ആ ശരി, അവൻ ഭയങ്കര ഹാപ്പി, അന്ന് ഒരു വരിയും വായിക്കണ്ടല്ലോ. നേരെ മറിച്ച് ആ പൂജ വെച്ചില്ലായിരുന്നെങ്കിൽ അന്ന് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഒരു 3 വരിയൊക്കെ അവൻ പഠിക്കുമായിരുന്നു, ജ്ഞാനം നേടുമായിരുന്നു. ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അമ്മ ഒരു ചുക്കും ചെയ്യില്ല. അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം ആചാരങ്ങൾ പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ, പക്ഷേ അതല്ല, വിദ്യയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ട് എല്ലാവർക്കും. അതാണ് അതുകൊണ്ട് ലക്ഷ്യം. അല്ലാതെ നാവുമ്മലൊരുതോ ഹരിശ്രീ കുറിക്കുക എന്നെല്ലാം പറയുമ്പോൾ അതിന് കടന്നുകൊണ്ട് പിന്നെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് എഴുതിപ്പിക്കണം, ഇന്നാളെ കൊണ്ട് എഴുതിപ്പിക്കണം. അതായത് ഇന്ന കവിയാണ്, ഭയങ്കര കവിയാണ്, ബുദ്ധിയാണ്, അതുകൊണ്ട് അയാളെ കൊണ്ട് എഴുതിപ്പിക്കാം. പിന്നെ നമ്മളൊന്ന് ആലോചിക്കട്ടെ, നമ്മളെ മക്കളെ കവിയാകാനൊന്നും നമുക്ക് താല്പര്യമില്ല. അപ്പം അങ്ങനെ എഴുതിക്കൊള്ളുന്നവരുടെ ഗുണം ആ കുട്ടിയിൽ വരുമെങ്കിൽ ഒരു കവിൻ്റെ അടുത്ത് കൊണ്ടുപോയി എഴുതിപ്പിച്ചേ അവൻ കവിത എഴുതി നടക്കുകയേ ചെയ്യുള്ളൂ. കയറി വന്ന അങ്ങനെ ആകാനൊന്നും പറ്റില്ലായിരിക്കും. ചിലവർക്കാകാൻ പറ്റില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ എല്ലാവരെയും കൊണ്ട് കവിൻ്റെ മുമ്പിൽ അല്ലെ ആത്മീയക്കാരുടെ പൂജാരികളെ കൊണ്ടെല്ലാം എഴുതിപ്പിച്ചു കഴിഞ്ഞാൽ മക്കളെന്താവുക? പൂജാരിമാരെല്ലാം ആയിട്ട് മാറേണ്ട അവസ്ഥയാണ് വരിക. അതിൽ പല പ്രാധാന്യമുണ്ടെന്ന്. അപ്പോൾ എഴുതുന്നതിൽ അത്ര വില. എല്ലാവരും വന്നിട്ട് കവികളായിട്ടാണോ മാറുന്നത്? കവികളെ കൊണ്ടെല്ലാം എഴുതിക്കുന്നത്. അല്ലാതെ ഒരു എഞ്ചിനീയറെ പിടിച്ച് ഒരു ഡോക്ടറെ പിടിച്ചിരുത്തിയിട്ട് എഴുതിപ്പിക്കുന്ന പരിപാടി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഡോക്ടർ, എഞ്ചിനീയർ, ശാസ്ത്രജ്ഞർ അങ്ങനെ നിലയിലൊന്നും കൊണ്ടുപോയിട്ട് ഇരുത്തുന്നൊന്നും കാണുന്നില്ല. അതല്ലേ എഴുതുന്ന പോലെ ആത്മീയത്തിലോ കുറച്ച് അവർക്ക് സയൻസ് എന്ന് പറയുന്നത് തന്നെ ഉണ്ടാവില്ല. കുറച്ച് മറ്റുള്ള ഭാഷകളിലെല്ലാം പ്രാവീണ്യം ഉണ്ടാവും. അധികം ഈ ഭാഷയിൽ പ്രാവീണ്യമുള്ളവരും കുറച്ച് വാചകടിക്കാൻ കഴിവുള്ളവരെ കൊണ്ടാണ് എഴുതിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സമൂഹം വാചകടിയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയവുമുണ്ട്. നേരെ പക്ഷെ അങ്ങനെ എഴുതുന്ന ആളുടെ ഗുണം കിട്ടുമെങ്കിൽ എല്ലാവരും അച്ഛനമ്മമാർ ആദ്യം ചിന്തിക്കുക, എൻ്റെ മോനെ ഒരു വക്കീലാക്കണം എന്നൊന്നുമല്ല. വാരയടിക്ക് ഏറ്റവും പ്രധാനം എന്താണ്? വക്കീലിൻ്റെ ജോലി വളരെ നല്ലതാണ്, വാരയടിക്കാൻ കഴിവുള്ളതൊക്കെ നല്ല പൈസയിൽ ഉണ്ടാക്കാം. പക്ഷേ എഴുതിക്കുന്നത് ഇവരെ കൊണ്ടല്ല എഴുതിപ്പിക്കുന്നത്, ഭാഷാ പണ്ഡിതരെ കൊണ്ട് എഴുതിപ്പിക്കുന്നത് വക്കീലാക്കാനൊന്നുമല്ല. അവരെല്ലാം ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ മകൻ ഡോക്ടറാണ് അല്ലെങ്കിൽ എൻജിനീയറാണ്. ഇതാണ്. കളക്ടറെല്ലാം ആഗ്രഹിക്കാൻ വഴിയുണ്ടായിരുന്നു, പക്ഷേ ആ വഴിക്ക് കുറച്ച് എന്തോ അവർക്ക് അങ്ങനെ ഒരു തോന്നൽ. അതുകൊണ്ട് സാരില്ല, ഡോക്ടറും എൻജിനീയറും ആയാൽ അത് മതി, അങ്ങനെയെല്ലാം ചിന്തിക്കുന്നത്. അതിന് എഴുതിപ്പിക്കണ്ടിക്ക് എഴുതുന്നവരുടെ ഗുണം കിട്ടണ്ടെങ്കിൽ ഡോക്ടർ എൻജിനീയറെ കൊണ്ടും എഴുതിപ്പിക്കണം. എങ്കിൽ അവിടെ ഭയങ്കര തള്ളായിരിക്കും. പിന്നെ ബാക്കിയുള്ളടുത്ത്. പക്ഷെ അങ്ങനെ ജനം ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. ജനം ചിന്തിക്കുന്നത് ഇവന് കുറച്ച് നല്ല കവിതയല്ല, നല്ല കഴിവുണ്ട്, ബുദ്ധിയുണ്ട് എന്നല്ല. ബുദ്ധി ഏത് ഫീൽഡിലാണ്? വേറൊരു ഫീൽഡിലാണ്. നമ്മളെ മക്കളെ നമ്മളെന്താണോ ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫീൽഡിലേക്കല്ല അവരെ ബുദ്ധിയുള്ളത് എന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇനി ചിന്തിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. എന്തോ ചിന്ത കുറച്ച് പൊതുവേ കുറവാണ്. പഴയ വഴിയിൽ അങ്ങനെ പോവുക എന്നുള്ളൊരു കുഴപ്പം നമ്മളെ ജനങ്ങൾക്കുണ്ട്. ഇനി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നാളെ പറയുക, എൻ്റെ മോനാന്നും പോരാ, നല്ലൊരു ഡോക്ടറെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കണം എന്നല്ല
നാളെ വന്നുകൂടായിക്കൊന്നുമില്ല. ആരെങ്കിലും ഒരു പരസ്യം വെച്ച് കാറ്റിയിട്ട് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ആളെ കിട്ടും. ഏറ്റവും വലിയ ഡോക്ടറെ കൊണ്ട്, ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരെ കൊണ്ടെല്ലാം എഴുതിപ്പിക്കുമ്പോൾ പിന്നെ ഇവിടെയൊന്നും ആരും പോകാൻ പറ്റില്ല. അവിടെ ക്യൂ ആയിരിക്കും, ബുക്കിംഗ് ഭയങ്കരമായിരിക്കും. ഒരു വർഷത്തിന് മുമ്പിൽ ബുക്ക് ചെയ്യേണ്ടി വരും. ആ തരത്തിൽ ചിന്ത പോയില്ല. എന്തുകൊണ്ടോ പോകാതെന്ന് അറിയില്ല. സാധാരണ എല്ലാ തരത്തിലും വളഞ്ഞ തരത്തിൽ ചിന്തിക്കാൻ കഴിവുള്ളവരാണ് പ്രത്യേകിച്ച് കേരളക്കാർ. പക്ഷെ എന്തോ അങ്ങനെ പോയതായിട്ട് കണ്ടില്ല. കാരണം നല്ല ഫീസ് കിട്ടുന്നു. എത്ര മിനിറ്റ് എഴുതിപ്പിക്കാൻ എത്ര മിനിറ്റ് വേണം? മിനിമം 500 രൂപ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തിൽ ഒരു അനവധി പൈസ ഉണ്ടാക്കാം. പ്രാക്ടീസ് ചെയ്യേണ്ടിക്ക് പിന്നെയും കുറേ ഇരുന്നിട്ട് അവിടെ ഇവിടെയെല്ലാം തപ്പി നോക്കി എന്തെല്ലാം ചെയ്യണം, എന്നിട്ട് എഴുതണ്ടേ? എത്ര മിനിറ്റ് എടുക്കും? ഇതാകുമ്പോൾ വളരെ സിമ്പിൾ. ഒരു വർഷം തന്നെ കുറേ പൈസ ഉണ്ടാക്കാം. വിദ്യ എഴുതുന്നതിന് 5000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ. ആളടിച്ച് കയറും. കാരണം എല്ലാവർക്കും എൻജിനീയറും ഡോക്ടറും ആണുണ്ട്. ഡോക്ടർമാരായാലും അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരായാലും കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നുമല്ല സംഭവിക്കുന്നത്. ആരെഴുതിയെന്ന് നോക്കിയിട്ടൊന്നുമല്ല പഠിപ്പിക്കുന്നതും കുട്ടികൾ പഠിച്ചിട്ട് എന്താകുന്നത് എന്നുള്ളതെല്ലാം ഇതൊന്നും ആശ്രയിച്ചല്ല. ഇവിടെയുള്ള പ്രാധാന്യം ഇത്രയേ ഉള്ളൂ. വിദ്യ സർവധനാൽ പ്രധാനം എന്നുള്ള സത്യം മനസ്സിലാക്കുന്നു. ആ സമയത്ത് എല്ലാവരും കുട്ടികളെ സ്കൂളുകളിൽ ചേർക്കുന്നു. ആ ഒരു ഉത്സവം മാതിരി അത് കൊണ്ടുപോകുന്നു. അതിലൂടെ കേരളം വളരുന്നു. അതാണ് വിദ്യയുടെ മഹത്വം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യമുള്ളൂ. അല്ലാതെ ആരെഴുതുന്നു എന്തെഴുതുന്നത് ഒന്നുമല്ല കുട്ടികളാകുന്നത്. കുട്ടികൾ എന്താകുന്നു എന്നുള്ളത് കുട്ടികളെ ജനിക്കുമ്പോൾ പലതരം കർമ്മങ്ങൾക്കനുസരിച്ചാണ് ജനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയിലും അവൻ്റേതായ ചില വാസനകളുണ്ട്. ആ വാസനകളെ കണ്ടെത്തിയിട്ട് നമ്മൾ കുട്ടികളെ ആ നിലയിലേക്ക് കൊണ്ടുപോകണം. അതിന് പകരം ഇന്ന് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എൻജിനീയറും ഡോക്ടറും ആക്കാൻ വേണ്ടി എന്തെല്ലാം വേലത്തരങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. എന്നിട്ട് അവസാനം എങ്ങനെയൊക്കെ പൈസ കൊടുത്തിട്ടെങ്കിലും ക്ലാസ്സിൽ കിട്ടിയിടും. മെഡിസിന് പിടിച്ചിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബൈഹാർട്ടാക്കിയിട്ട് പാസ്സാകും കുറേയല്ല. അങ്ങനെ മെഡിക്കൽ വിദ്യാർത്ഥികളെ പറ്റി അവിടെയെല്ലാം മാർക്ക് വെച്ചിട്ട് മാർക്കില്ലാതെ അവിടെയെല്ലാം പൈസ വെച്ച് കയറ്റുന്നുണ്ട്. പക്ഷേ അവിടെ വലിയ പ്രശ്നമാകുന്നില്ല, തലവേദനയാകുന്നില്ല. കാരണം അവർ എങ്ങനെയെങ്കിലും കുറേ സെക്ഷണൽ മാർക്കും പിന്നെ ബൈഹാർട്ടാക്കിയാൽ കുറേ മാർക്കെല്ലാം കിട്ടും. അതെല്ലാം വെച്ചിട്ട് അങ്ങ് പോകും. പക്ഷേ എൻജിനീയറിങ്ങിൻ്റെ ഫീൽഡ് വരുമ്പോൾ ഈ പരിപാടി അത്ര നടക്കില്ല. ഒന്നാമത് മാത്സ് വേണം. മാത്സ് മാത്രം പോരാ, ഫിസിക്സും ഫിസിക്സും എല്ലാം പഠിക്കുന്നിടത്ത് ഈ മാത്സ് കയറി വരുന്നുണ്ട്. അത് കുറച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട പരിപാടികളാണ്. ബൈഹാർട്ടാക്കിയിട്ട് പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എൻജിനീയറിങ് തന്നെയാണ്. ശരിയായ നിലയിൽ പോവുകയാണെങ്കിൽ ലോകത്തെ മാറ്റിമറിക്കുന്നത് എൻജിനീയറിങ് തന്നെയാണ്. ഇന്നുള്ള മെഡിസിൻ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മുഴുവൻ എൻജിനീയറിങ്ങിൻ്റെ സംഭാവനയാണ്. അവരതെടുത്ത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അടുക്കളയിൽ എന്തെല്ലാം ഉപകരണങ്ങളുണ്ട് ഇന്ന് നോക്കിക്കോ, എൻജിനീയറിങ് ഉപകരണങ്ങളല്ല. അതിനെപ്പറ്റി എന്തൊക്കെ അറിയാം ഇവർക്ക്. ഇസ്ത്രിപ്പട്ടീൻ്റെ അകത്ത് തന്നെ എങ്ങനെയാണ് ചൂടാകുന്നതെന്നൊന്നും അവർക്കറിയില്ല. പക്ഷേ നല്ല ഭംഗിയായിട്ട് ഇസ്ത്രി ഇടും. എന്തെല്ലാം ഉപകരണങ്ങളാണ് അടുക്കളയിൽ ഉപയോഗിക്കുന്നത്, എന്തെല്ലാം തരം മൊബൈൽ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ടെക്നോളജി ആർക്കറിയാം? ഒരു ചുക്കുമില്ല. ഇതേപോലെ തന്നെ ഡോക്ടർമാർക്ക് എന്തും ചെയ്തു കൊടുക്കാനുള്ള ഉപകരണങ്ങൾ എൻജിനീയറിങ് ഫീൽഡിൽ വന്നിട്ടുണ്ട്. ജനിതക എൻജിനീയറിങ് എന്നാണ് പറയുന്നത്. അപ്പം ബുദ്ധിയും
അത് പ്രായോഗികമായി വരുന്നത് ഈ എൻജിനീയറിങ്ങിൽ തന്നെയാണ്. സ്റ്റെതസ്കോപ്പ് തൊട്ട് എന്തെല്ലാം ഉപകരണങ്ങളുണ്ടോ. പണ്ട് രക്തമെല്ലാം പരിശോധിക്കുക, മറ്റേ ഷുഗറെല്ലാം നോക്കണ്ടെങ്കിൽ എത്ര പാടായിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ ഡോക്ടർമാരും വേണ്ടി വരില്ല. മനുഷ്യനൊരു ഇലക്ട്രോണിക്സ് എക്യുപ്മെൻ്റ് അകത്തങ്ങ് കയറിയാൽ മതി. അതെല്ലാം സ്കാൻ ചെയ്ത് ബ്ലഡെല്ലാം കുത്തിയെടുത്ത് പരിശോധിച്ച് പ്രിസ്ക്രിപ്ഷനായിട്ട് ഇങ്ങ് വരും കുറച്ചു കാലം കഴിയുമ്പോൾ. ഇതാരുടെ സംഭാവനയാണ്? എൻജിനീയേഴ്സിൻ്റെ സംഭാവനയാണ്. പക്ഷേ അതിലേക്ക് കടക്കണ്ടെങ്കിൽ കുറച്ച് മാത്സും ബുദ്ധിയെല്ലാം ഉണ്ടെങ്കിൽ ബൈഹാർട്ടാക്കാറ്റ് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് എൻജിനീയറിംഗ് സ്റ്റുഡൻസിനെ പറ്റി കുറേ കാലത്ത് വന്ന ആ ആക്ഷേപങ്ങൾ എന്തായിരുന്നു? കോടതി പോലും ഇടപെട്ടിട്ട് പറഞ്ഞതായിട്ട് കേൾക്കുന്നു. മിനിമം ഇത്ര പേര് പാസ്സായി കഴിഞ്ഞ് പിന്നെ ആ കോളേജ് അടച്ചു കുട്ടിയെന്ന്. ഈ അച്ഛനമ്മമാർക്ക് കയറിയിട്ട് പിള്ളേരെ അവിടെ കൊണ്ടിട്ടാൽ മതി. എങ്ങനെയെങ്കിലും പിള്ളേരാണ് അവിടെ കിടന്നിട്ട് നട്ടത്തിരിയുന്നത്. എന്നിട്ട് അവസാനം സപ്ലി ആയിട്ട് നടക്കും. ഏത് പേപ്പറാ സപ്ലി? ആദ്യത്തെ കുറേ ബാറ്റ്സും ഇതെല്ലാം വരുന്ന പരിപാടികളാണ് സപ്ലി. പിന്നെ സിനിമ ഇറങ്ങാനും തുടങ്ങി. ഇപ്പോഴത്തെ സിനിമ അതിനിടയ്ക്ക് കണ്ട ഒരു സിനിമയിൽ അച്ഛനമ്മമാരെ കുറ്റം പറയുകയാണ്, മക്കളെ കൊണ്ട് കഷ്ടപ്പെടുത്തിയിട്ട് അവരെ ഗതികേടെത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ ജീവിതം നശിപ്പിച്ചിട്ട് എന്താണ് കാര്യം? അത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. സമൂഹത്തിലൊരു അംഗീകാരം കിട്ടേണ്ടെങ്കിൽ എൻജിനീയറോ ഡോക്ടറോ എന്തൊക്കെ വല്ല ആണ്. ഡോക്ടർ തന്നെയാണ്, ഡോക്ടർക്കാണ് അംഗീകാരം. അത് കഴിഞ്ഞിട്ട് എൻജിനീയർക്കുള്ള. പക്ഷേ എൻജിനീയറിംഗ് ആണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അതിലൂടെയാണ് ലോക പുരോഗതി. പക്ഷേ ഡോക്ടർമാരെ തന്നെയാണ് എല്ലാവർക്കും. കാരണം അതിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഡോക്ടറാകാൻ പറ്റിയാലും പിന്നെ അത് പറ്റില്ലെങ്കിൽ എൻജിനീയറിങ്ങിന് ശ്രമിക്കും. എന്നിട്ടോ ഇവരെ മാർക്ക് തിരുത്തി കൊണ്ടുപോയിട്ട് പിന്നെ എന്ത് ചെയ്യാൻ? അവരെ ജീവിതം തന്നെ കട്ടപ്പോകാം. പലവരുടെയും അത് ഈ സമൂഹത്തിൻ്റെ ഒരു കുഴപ്പമാണ്. അതിന് അച്ഛനമ്മമാരെ പറഞ്ഞിട്ടും കാര്യമില്ല. അതിലേ ബഹുമാനം കിട്ടുന്നുള്ളൂ. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെയല്ല. മനുഷ്യന് ഓരോ കർമ്മത്തിനും അനുയോജ്യമായ തരത്തിൽ അവൻ്റെ ശരീരവും മാനസികപരമായ ഘടന വെച്ചുകൊണ്ടാണ് ഓരോ വ്യക്തിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ അവന് ഓരോ ധർമ്മങ്ങളുണ്ട്. അപ്പം ചെറിയ കാലത്ത് അവനെ സൃഷ്ടിച്ചിരിക്കുന്ന അവൻ്റെ കഴിവുകൾ എന്തിലാണ് നല്ലത് എന്ന് നോക്കിയിട്ട് അതിനെ വളർത്തിയെടുത്തിട്ട് ആ ഫീൽഡിലേക്ക് പോകാനുള്ള ഒരു അവസരമുള്ള സിസ്റ്റം ഇല്ലാത്തിടത്തോളം കാലം ഇതാണ് അനുഭവം. ഇപ്പം ഏത് സിസ്റ്റത്തിൽ പോയാലും അവന് മാന്യത ലഭിക്കണം. അവൻ്റെ ജോലിക്ക് മാന്യത ഉണ്ടാകണം. അല്ലാതെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞിരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയല്ലേ പോകൂ. കാരണം മാർക്കും തിരുത്തി എങ്ങനെയെങ്കിലും ബൈഹാർട്ടാക്കിയിട്ട് ഡോക്ടറായിട്ട് അവൻ ചികിത്സിച്ചാൽ എവിടെയാണ് എത്താൻ പോകുന്നത്? അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയല്ലോ തട്ടിമുട്ടി മോഡറേഷൻ എല്ലാം കൊണ്ട് എൻജിനീയറിംഗ് പഠിച്ചിട്ട് ഓരോ ഫീൽഡിലിട്ടിട്ട് ശാസ്ത്രജ്ഞൻ സയൻറ്റിസ്റ്റ് എന്നെല്ലാം പറഞ്ഞ് അവിടെ കൊണ്ടിരുത്തി അവനെ എന്താണ് ചെയ്യാൻ പറ്റുക? എന്ത് സംഭാവനയാണ് രാഷ്ട്രത്തിന് അവന് കൊടുക്കാൻ പറ്റുക? ഒരു ചുക്കും കൊടുക്കാൻ പറ്റില്ല. അതേസമയം അവന് വല്ല വാസനകൾ ഉണ്ടായിരുന്നെങ്കിൽ ചെറുതിൽ അവൻ നല്ല പാട്ട് പാടുന്നവനായിരിക്കും. അച്ഛനമ്മമാർ പാടി, നീ പാടിയൊന്നും അങ്ങനെ പാടിയൊന്നും വേണ്ട, നീ എൻജിനീയർ ആയാൽ മതി, ഡോക്ടർ ആയാൽ മതി എന്ന് പറഞ്ഞ് പിടിച്ചാടെ കൊണ്ടുപോകും. അവൻ്റെ ജീവിതമേ തുളഞ്ഞു. ചെറുതിലെ ആ പാട്ടും പഠിപ്പിച്ച് പോയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ ഗായകരെയെല്ലാം കടത്തി വെട്ടിയിട്ട് അങ്ങ് എത്തുമായിരുന്നു. നമുക്ക് നോബൽ പ്രൈസെല്ലാം തന്ന ചില ഓട്ടക്കാരെല്ലാം ഉണ്ട്. അവരെയൊന്നും ഇതേമാതിരി ചെറുതിൽ പഠിപ്പിച്ചിട്ടൊന്നും ഉണ്ടായൊന്നുമല്ല. അവർ വല്ല പശുവിൻ്റെ പിന്നാലെ എല്ലാം ഓടിയിട്ടുണ്ടാവും. അങ്ങനെ ഓടി ആകുമ്പോൾ പിന്നെ ഏതോ ഘടകത്തിൽ ഓടി അങ്ങനെ കയറി അവരെ സ്വയം പ്രയത്നം കൊണ്ട് ഭാഗ്യം കൊണ്ട് അങ്ങ് കയറിപ്പോയതാണ്. അല്ലാതെ ചെറുതിലെ അച്ഛനമ്മമാർ പിടിച്ചിട്ട് നിന്നെ നല്ല ഓട്ടക്കാരനോ ഓട്ടക്കാരിയോ ആക്കാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചെയ്തു എന്നല്ലേ, പാട്ടുകാരനോ പാട്ടുകാരിയോ ഒന്നും ആക്കാമെന്നും പറഞ്ഞൊന്നും അല്ല.
കാരണം എല്ലാവർക്കൊന്നും ഗായകന്മാരാകാൻ പറ്റില്ലല്ലോ. സിനിമയിൽ ഗായകന്മാരാണ്ടെങ്കിലും സിനിമയിലെ നടന്മാരോ നടിമാരോ എല്ലാം ആണ്ടെങ്കിലുള്ള കാര്യം നമ്മൾ കണ്ടില്ല. എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കണം നടിമാരാണ്ടെങ്കിൽ. കലയൊന്നും ഉണ്ടായോണ്ടൊന്നും പോരല്ല. അതാണ് സമൂഹം. ആ സമൂഹത്തിൽ നാടുവേ ഓടുമ്പോൾ നടുവേ ഓടുക എന്നും പറഞ്ഞാൽ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക. അവസാനം ഓടിക്കൊണ്ടിരുന്നിട്ട് വെള്ളം കുടിക്കുകയാണ്. പക്ഷെ ഇതല്ല വേണ്ടത്. വിദ്യ നേടേണ്ട ഏതിലാണ്? ഓരോ മനുഷ്യനും അവൻ്റെ അകത്ത് ഒരു ഇൻഹെറിറ്റ് ക്വാളിറ്റി ഉണ്ട്. ചിലർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ചിലവർക്ക് രാഷ്ട്രത്തെ അപ്പം നമ്മൾ ബ്രാഹ്മണരെന്നെല്ലാം പറയുമ്പോൾ ആ കാറ്റഗറിയാണ് ഉദ്ദേശിക്കുന്നത്. ചിലവർ അത് ജാതി തിരിച്ചിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. വേദങ്ങൾ പറഞ്ഞ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ചിലവർ ചിന്ത ബുദ്ധി കൊണ്ടാണ്, ധർമ്മത്തിനനുസരിച്ചുള്ള ചിന്തയും ബുദ്ധിയും മാത്രം ഉണ്ടായല്ല പോരാ. വക്രബുദ്ധിയിൽ ഉപരിതാക്കിയിട്ട് പണം ഉണ്ടാക്കേണ്ട ബുദ്ധിയും ബ്രാഹ്മണനായി മാറും. പക്ഷെ അത് ബ്രാഹ്മണനായിട്ട് കാണുന്നില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ സത്യധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രങ്ങളെയെല്ലാം മനസ്സിലാക്കിയിട്ട് നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പ്രതികരിക്കാൻ കഴിവുള്ളവരാണ് ബ്രാഹ്മണർ. അങ്ങനെ മനുഷ്യരെ ഇവിടെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു സമുദായമായിട്ടൊന്നുമല്ല സൃഷ്ടിച്ച് വെച്ചില്ല. ചിലപ്പോൾ ഏത് കുടുംബം നമ്മളെ വേറെ നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ഇങ്ങനെയുള്ള ബ്രാഹ്മണരെ കാണും. അതേമാതിരി ലോകത്തെ നയിക്കുവാൻ കഴിവുള്ള, രാഷ്ട്രത്തെ നയിക്കുവാൻ കഴിവുള്ള ധീരരായ ക്ഷത്രിയർ ഇവിടെയുണ്ട്. അത് ജന്മനായുള്ള ക്വാളിറ്റിയാണ്. അത് പല വീട്ടിലും കാണും. അവരായിരിക്കും രാഷ്ട്രത്തെ നയിക്കാൻ കഴിവുള്ളവർ. അല്ലാതെ അച്ഛൻ നായരായതുകൊണ്ട് മോനും നായരെന്നും പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഏടി എത്താൻ പോകുന്നില്ല. യുദ്ധക്കളത്ത് പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും മണ്ടു ചിലപ്പോൾ. എല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. വൈശ്യര് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം പഠിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ നോക്കി നടക്കുന്ന വിഭാഗമാണ് വൈശ്യര്. പഠിക്കണം, പഠിച്ച കാര്യത്തിൽ വർക്ക് ചെയ്യുക. അല്ലാതെ ഗവേഷണം നടത്തുന്നതല്ല. ഗവേഷണം നടത്തുന്നതെല്ലാം ബ്രാഹ്മണരിലേക്ക് പോകും. ആ ചിന്താഗതി ഉള്ളവർ പുതിയ കണ്ടെത്താൻ. അതല്ല, കണ്ടെത്തിയ കാര്യങ്ങൾ പഠിച്ചിട്ട് പ്രയോഗത്തിൽ വരുത്താൻ കഴിവുള്ളവരാണ് വൈശ്യർ. ശൂദ്രൻ എന്ന് പറയുന്നത് സേവനം ചെയ്യുന്നതിൽ മാത്രം താല്പര്യമുള്ളവരുണ്ട്. നമ്മൾ തന്നെ ചില മക്കളെ വിളിച്ചിട്ട് മോനെ നീ പോയിട്ട് ആ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ഇന്ന് സാധിപ്പിച്ചു കൊണ്ടുവരാന്ന് പറയാം. അവന് അന്ന് എന്നെ കൊണ്ട് പറ്റുള്ള അവിടെ പോയാൽ ആകെ കുഴപ്പങ്ങളായതൊന്നുമില്ല. അത് ചേട്ടനോ ആരെങ്കിലും പോയിട്ട് പറഞ്ഞ് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം. ഇതാണ് വൈശ്യന്റെ സ്വഭാവം. അവർക്ക് അത്രയേ ഉള്ളൂ. ഇന്നത്തെ കറി നീ വെക്കുന്നു പറഞ്ഞാൽ എന്നെ കൊണ്ട് കറി വെക്കാനൊന്നും അറിയില്ല, എനിക്കൊരു ചുക്കും അറിയില്ല. വേണമെങ്കിൽ ഞാൻ പാത്രം കഴിത്തരാം, നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പാത്രം കഴിയണം, വല്ലതും മുറിച്ചിട്ട് തരണം, ഇങ്ങനെയെല്ലാം പറയുന്ന വിഭാഗങ്ങളുണ്ട്. അവർക്ക് പഠിക്കാനും വയ്യ. എന്തെങ്കിലും ചെറിയ നിങ്ങൾക്ക് വേണ്ട സേവനം അങ്ങനെയുള്ളവരുണ്ട്. അവരാണ് വൈശ്യർ. ഇന്ന് MA പഠിച്ചിട്ട് വൈശ്യരായിട്ട് സിപ്പാഹിയായിട്ട് കയറാൻ നോക്കും പലയിടത്തും. അവിടെ കിടന്നിട്ട് പറയും ഞാൻ MA-കാരനാണ്, ഞാൻ BA-കാരനാണ്, ഞാൻ എൻജിനീയറാണ്, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഉള്ള ജോലിയും ചെയ്യില്ല. അപ്പോൾ ഒരു വൈശ്യനാണ്ടിക്കലും ഒരു നല്ല സേവകനാണ്ടിക്കലും അവൻ്റെ ജനിതകമായ ക്വാളിറ്റി ഉണ്ടാകണം. ജനിക്കുമ്പോൾ കിട്ടുന്നതാണ്. കാലം ഓരോ ആൾ ഇങ്ങനെ പലതായിട്ട് പല ആവശ്യത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാ ജോലിയും മഹത്വപൂർണ്ണമാണ്. നമ്മുടെ ശരീരത്തിലെ കാലാണ് ശൂദ്രൻ. ആ കാല് തൊട്ട് നിർമ്മിക്കാനാണ് പറയുന്നത്. കാരണം കാലാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. എത്ര ബുദ്ധി ഉണ്ടായാലും നമ്മൾ അവിടെ പോയിട്ട് കാര്യം ചെയ്യേണ്ടിക്ക് കാലവിടെ എത്തിക്കണം. ഏത് ദുർഘട സ്ഥലത്തിലൂടെ ഒരു ക്ഷത്രിയനായാണെങ്കിലും യുദ്ധക്കളത്തിൽ എത്തണ്ടെങ്കിൽ ചളിയിലൂട്ടിയെല്ലാം ശരിയായ വഴിയിലൂടെ നയിച്ചു കൊണ്ടുവന്നത് കാലില്ലെങ്കിൽ പിന്നെ എന്തോന്ന്. അപ്പം നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ ഇവരുടെ പങ്ക് വളരെ വലുതാണ്. അപ്പം എല്ലാ ജോലിക്കും അത് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ കർമ്മത്തിന് വേണ്ടിയാണ്. അത് പണമനുസരിച്ച് വേർതിരിക്കേണ്ടതല്ല. എല്ലാ കർമ്മത്തിനും പ്രാധാന്യമുണ്ട്. അങ്ങനെ ഓരോ ലോകത്തിലുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുവാൻ പറ്റിയ കഴിവുള്ള ആളുകളെ
ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. കലയടക്കം കലാകാരന്മാരായിട്ടുള്ളത് ഇതെല്ലാം സമൂഹത്തിന് വേണ്ടി ഇവരിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. കല വേണ്ടേ? ജോലി മാത്രം ചെയ്താൽ എന്തിനു വേണ്ടിയാണ്? ആസ്വദിക്കാൻ വേണ്ടി. അപ്പം കലാകാരന്മാരും വേണം. കലാകാരന്മാരെന്ന് പറയുന്നത് അവർക്ക് ചില യോഗ്യത ഉണ്ട്. അവർ കലയിലായിരിക്കണം താല്പര്യം ഉണ്ടാവുക. ഇന്ന് കലയിലാണോ താല്പര്യം? ഒന്ന് ചിന്തിച്ചു നോക്കി. കലക്കെന്താണ് അവിടെ സ്ഥാനമുള്ളത്? അവരെക്കാട്ടി നല്ല കലാകാരന്മാരൊന്നും നാട്ടിലില്ലേ? അവർക്കെല്ലാം കയറി വരാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതൊന്നും പ്രകൃതിയുടെ സൃഷ്ടിച്ചതിൻ്റെ കുഴപ്പമല്ല. അത് പിന്നെ എന്തുകൊണ്ടാണെന്നൊന്നും അല്ല, അവരവർ തീരുമാനിച്ചു. ഇപ്പം വേണ്ടത് എന്താണ്? മനുഷ്യർ ഓരോ കർമ്മത്തിനായിട്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യുക. ഇവിടെ എന്തെല്ലാം ലോകത്തിൽ കർമ്മങ്ങൾ ചെയ്യാനുണ്ടോ അതിന് യോജിച്ച ആൾക്കാരെല്ലാം അതിൻ്റെ റേഷ്യോയിൽ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാരെ കുറച്ച് മതി, ക്ഷത്രിയരും അധികം വേണ്ട, കുറച്ചേ വേണ്ടു. ബാക്കിയുള്ള ജോലികളെല്ലാം രാഷ്ട്രത്തെ നയിക്കാനും ലീഡർഷിപ്പ് ക്വാളിറ്റിയെല്ലാം ഉള്ളവർ. ബാക്കിയുള്ള കർമ്മങ്ങൾ മുഴുവൻ എന്തായാലും എഞ്ചിനീയറിംഗ്, ഡോക്ടർ എല്ലാം ആണ്ടിക്ക് വൈശ്യരാണ്. അവരെ ഇഷ്ടംമാതിരി സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ശരിയായ ശൂദ്രർ എന്ന് പറയുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. ശരിയായ സേവന താല്പര്യത്തിലുള്ളവർ അത് കണ്ടെത്താൻ പാടാണ്. അത് വളരെ കുറച്ചേ ഉള്ളൂ. വൈശ്യരാണ് കൂടുതലുള്ളത്. യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് രാഷ്ട്രത്തിന് വേണ്ടി സേവിക്കാൻ വേണ്ടി അവർക്ക് ബുദ്ധിപരമായിട്ട് പഠിക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അധ്വാനിക്കാനൊന്നും. പക്ഷേ എന്ത് സേവനം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തികൾ അതൊരു രാഷ്ട്രത്തിൻ്റെ അസറ്റാണ്. അവരെ കണ്ടെത്തുക തന്നെ പാടാണ്. സ്വയം ഇഷ്ടത്തോടുകൂടി സേവനത്തിന് തയ്യാറായി വരുന്നത് അതും ആവശ്യമുണ്ട്. ഇപ്പം ഇങ്ങനെ മനുഷ്യരെ എല്ലാം സൃഷ്ടിച്ച് വെച്ചവരെ ആ ക്വാളിറ്റി തിരിച്ചറിഞ്ഞ്, ചെറുതിൽ അവരുടെ ക്വാളിറ്റി തിരിച്ചറിഞ്ഞ് ആ വഴിയിലേക്ക് തിരിച്ചുവിടണം. അങ്ങനെ തിരിച്ചുവിടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആരും ഇങ്ങനെ സപ്ലി ആയിട്ട് നടക്കില്ല, തലതിരിഞ്ഞു പോകില്ല. കോളേജിൽ വിട്ടു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ പറ്റാത്ത നേരം പിന്നെ അവിടെ കിടന്നിട്ട് അവർ നട്ടം തിരികെയാണ്. ഇവരെല്ലാം കൂടിയിട്ടുണ്ടാക്കുന്ന കോലാഹലങ്ങൾ എന്താണ്? ചില സിനിമയിലോട്ടെല്ലാം പറഞ്ഞാൽ കാണുന്നില്ലേ എന്താ അവിടെ വെച്ച് സംഭവിക്കുന്നത്? നേരെ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിലൊന്നും പോകില്ല. അവരവരുടെ പഠിപ്പും അറിയാനുള്ള ജ്ഞാനത്തിൻ്റെ പിന്നാലെ പോയി പഠിച്ച് അവിടെ എന്തൊരു ശാന്തതയായിരിക്കും എന്നറിയോ അത്തരം സ്ഥാപനത്തിൽ. അതെല്ലാം നടപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അച്ഛൻ്റെയും അമ്മേൻ്റെയും വീട്ടുകാരെയും നമ്മുടെ പൊതുജനത്തിൻ്റെ ഒന്നും അല്ല. അതിനുള്ള വേദി ഒരുക്കേണ്ടത്. അതിനാണ് ഭരണകർത്താക്കൾ ശരിയാണെന്ന് പറയുന്നത്. ഭരണകർത്താക്കൾ ശരിയായെങ്കിൽ എല്ലാ ജോലിക്കും മാന്യത കൽപ്പിച്ചുകൊണ്ട് താല്പര്യമുള്ളവർക്ക് അതിലേക്ക് തിരിഞ്ഞുകൊണ്ട് പോയിട്ട് അപ്പോൾ രാഷ്ട്രവും പുരോഗമിക്കുന്നു. എല്ലാ ഫീൽഡുകളിലും, കലകളിലാണെങ്കിൽ ഇന്നൊന്നുമില്ല, എല്ലാ ഫീൽഡിലും ജനങ്ങൾ ഇപ്പോൾ തന്നെ വലിയ ഉയർന്ന പോസ്റ്റിലെത്തിയവർ പലവരും ഉണ്ട്. ചിലവരെല്ലാം ഇങ്ങനെ വളഞ്ഞ വഴിയിലോട്ട് എല്ലാം എത്തിയതായിരിക്കും. അവസാനം പെൻഷനെല്ലാം പറ്റിക്കഴിഞ്ഞാൽ ഇതും എടുത്തിറങ്ങും. എന്തെന്ന് മൺവട്ടിയായിട്ട് കളച്ച് നടാൻ പറ്റും. നല്ല കൃഷി നടത്തും അവർ. എന്നാൽ അവരുള്ളിലുള്ള കഴിവ് ഇതുവരെ അവിടെ കിടന്നിട്ട് അതെല്ലോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. ജോലി തീർക്കണ്ടേ, പെൻഷൻ കിട്ടണ്ടേ, അതുകൊണ്ട് അവിടെ ഇരുന്നിട്ട് എന്തെല്ലോ കളികൾ കളിച്ച് കുളമാക്കും. എന്നിട്ട് അവസാനം റിട്ടയർ ആകുമ്പോഴാണ് തന്നിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടി മൺവട്ടിയായി കയറുന്നത്. ശരിയായ അവനിൽ എന്താണോ ക്വാളിറ്റി ഉള്ളത് അത് അവൻ പ്രകടമാക്കും. പല ഉദ്യോഗസ്ഥരെയും എനിക്കറിയാം. സർവീസിൽ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ് കൃഷി ചെയ്യുമ്പോൾ ഉഗ്രന്മാരാണ്. അവരൊക്കെ അവാർഡെല്ലാം കൊടുക്കേണ്ട തരത്തിലേക്ക് അവർ വളരും. അപ്പം മനുഷ്യരിൽ ഇതേമാതിരി ചില ക്വാളിറ്റികളുണ്ട്. അത് കണ്ടെത്തിയിട്ട് വളരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. വിദ്യ എന്നത് പറഞ്ഞ ഇന്ന വിഷയം മാത്രമല്ല,
എല്ലാ വിഷയത്തിലും ജ്ഞാനം ആവശ്യമാണ്. കലയിൽ ജ്ഞാനം ആവശ്യമാണ്. എന്തിനും ജ്ഞാനം ആവശ്യമാണ്. ആ ജ്ഞാനം നേടിക്കൊടുക്കുക. അവരുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം അനുസരിച്ച തരത്തിൽ അവർക്ക് പോകാനുള്ളൊരു വേദി ഒരുക്കുക. ഈ വേദി ഒരുക്കിയാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ ഫലം കിട്ടുകയുള്ളൂ. എല്ലാത്ത അവസ്ഥ വരുമ്പോൾ ഇതേ ഉള്ളൂ. ഡോക്ടറും എഞ്ചിനീയർക്കുമാണ് മാന്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മക്കളെ തല്ലിപ്പിടിച്ച് ഡോക്ടറും എഞ്ചിനീയറാക്കും. അവിടെ ചില പാളിച്ചകൾ വരുന്നുണ്ട്, അത് തിരുത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ തിരുത്താനും ഒരു വീട്ടുകാർ മാത്രം വിചാരിച്ചാലൊന്നും നടക്കുന്ന കാര്യങ്ങൾ അല്ലതാണ്. അതുകൊണ്ടാണ് പഠിച്ചിട്ട് എവിടെയല്ലോ പോയിട്ട് ലോകത്തിൽ വേറെ എവിടെയെങ്കിലും അവസരം തേടിപ്പോയി എവിടെയല്ലോ ആയിട്ട് അവർ ജീവിക്കുകയാണ്. അതുകൊണ്ട് പുരോഗതി ഉണ്ടാകും. പഠിക്കുന്നത് നല്ലത് തന്നെ. എന്തും വേദം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സമൂഹത്തിൽ ഏറ്റവും താഴെയുള്ളവൻ വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ വേദം പഠിപ്പിക്കുക. എത്ര പണ്ഡിതന്മാരെന്ന് പറയുന്നവർക്ക് പോലും വേദം കൈകൊണ്ട് വിടാൻ പറ്റുന്നില്ല. പിന്നെയാണ് സമൂഹത്തിൽ ഏറ്റവും താഴെയുള്ളവരും. കാരണം അത്രയെങ്കിലും പഠിക്കുമെങ്കിൽ ആയിക്കോട്ടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മക്കളെ ഡോക്ടറോ എഞ്ചിനീയറോ എന്തോ ആയിക്കോ, കുറച്ച് സയൻസ് എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുമല്ല, അത് നല്ലത് തന്നെ, ലോക പുരോഗതി. അതുകൊണ്ട് തന്നെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആവുന്നുണ്ട്. പക്ഷേ ഓരോ ആളുടെ കഴിവുകളനുസരിച്ച് ആ തരത്തിൽ പഠിച്ചിട്ടായിരുന്നു ഇവിടെയുള്ള കേരളീയർ പോവുകയായിരുന്നെങ്കിൽ കേരളീയർ എന്ന് പറയുന്നത് ഏത് നിലയിലേക്ക് വളരുമായിരുന്നു. കാരണം അവരവരുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അവർ കേരളത്തിൽ തന്നെ അവർ അതേ ഫീൽഡിൽ കർമ്മം ചെയ്തിട്ട് കേരളത്തെ വലിയൊരു ഏതോ നിലയിലേക്ക് ഉയർത്തും. കാരണം അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡുകളിൽ അവർ പഠിക്കും. ചിലവർ നല്ല കലാകാരന്മാരായിട്ട് വരും. അപ്പോൾ ഈ സിനിമയിൽ ഈ കാണുന്ന തരത്തിലുള്ള വൃത്തികേടുകളൊന്നും ഉണ്ടാവില്ല. അവർക്ക് അതിനു വേണ്ടി ഇറങ്ങുന്നവരാണ്. ഇതൊന്നും അങ്ങനെയൊന്നല്ല. ഇത് സിനിമയ്ക്കരിയല്ല. എല്ലാവർക്കും ഇപ്പോൾ ഒരു പരിപാടി ഇപ്പം നടക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലാത്തിൻ്റെയുള്ള താല്പര്യം സിനിമയ്ക്ക് ഇറങ്ങും. സിനിമയ്ക്ക് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അങ്ങ് എത്തിക്കളയാം. അവിടെയുള്ള ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ലാണ്. അങ്ങനെ കുറേ വകുപ്പുകളെല്ലാം ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും. അല്ല കല വലിയ താല്പര്യമുള്ളതുകൊണ്ട് അതൊന്നും ആടെ എടുക്കൊന്നുമില്ല. അവിടെ അതിന് വേറെ ക്വാളിറ്റീസുണ്ട്. ഇങ്ങനെയെല്ലാണ് പോക്ക്. അല്ലായിരുന്നുവെങ്കിൽ കലയിൽ താല്പര്യമുള്ളവർ മാത്രമേ അങ്ങോട്ട് പോവുകയുണ്ടെങ്കിലും ഈ കലാ ഫീൽഡ് ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു, ഇങ്ങനെ ദൂഷിക്കില്ലായിരുന്നു. ഇതെല്ലാ ഫീൽഡിനും ബാധകമാണ്. അതുകൊണ്ട് നാളെ എല്ലാവർക്കും അവരുടെ താല്പര്യത്തിനനുസരിച്ച് പഠിച്ചു ഉയരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് ഇപ്രാവശ്യത്തെ വിദ്യാരംഭത്തിൻ്റെ ഇപ്പോൾ ഉള്ള വിദ്യാരംഭം തുടങ്ങാൻ പോവുകയല്ലേ, അതിനെ നമുക്ക് ആ നിലയിൽ നോക്കിക്കാണാൻ ശ്രമിക്കാം.